നമസ്കാരം. കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ പാല. ഇന്നത്തെ എൻ്റെ വീഡിയോ ആലപ്പുഴ ജില്ലക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. ആലപ്പുഴ ജില്ലയിൽ 50 mm കനം വരുന്ന ഹാഫ് കട്ട്, അതായത് 50 mm എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് കനം വരുന്ന അടിവശം ഗ്രാനൈറ്റ് പോലെ ഫിനിഷ്, ടോപ്പ് ഫ്ലെയിംഡായിട്ട് വരുന്ന ഹാഫ് കട്ട് സ്റ്റോണ്. ആ ഹാഫ് കട്ട് സ്റ്റോണ് ആലപ്പുഴ ജില്ലയിൽ എന്ത് റേറ്റിന് എത്തിച്ചു കൊടുക്കാം, സ്റ്റോൺ വർക്കേഴ്സിനും കസ്റ്റമേഴ്സിനും എന്ത് റേറ്റിന് എത്തിച്ചു കൊടുക്കാം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലക്കാരുടെ വീഡിയോ ആണ്. 50 mm ബാംഗ്ലൂർ സ്റ്റോൺ വന്നേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കേരള സ്റ്റോൺസിൻ്റെ യാർഡിലാണ്. അപ്പോൾ 98 രൂപ സ്ക്വയർ ഫീറ്റിന്, 98 രൂപ സ്ക്വയർ ഫീറ്റിന് ഈ 12 വീല് വണ്ടി കണ്ടോ. ഈ 12 വീല് വണ്ടി എന്ന് പറഞ്ഞാൽ 26 അടി നീളമുള്ള വണ്ടി എവിടം വരെ എത്തുമോ അവിടം വരെ എത്തിച്ചു തരുന്ന റേറ്റാണ് 98 രൂപ സ്ക്വയർ ഫീറ്റ്. 98 രൂപയ്ക്കാണ് നമ്മൾ എത്തിച്ചു തരുന്നത്, അല്ലാതെ ഒരു സ്റ്റോണിനല്ല. 50 mm ഹാഫ് കട്ട് സ്റ്റോണാണ്. ഇപ്പോൾ ഇതിനകത്ത് ഫുൾ ലോഡാണ്. ഇതിപ്പോൾ നാളെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ ഡോറ് തുറന്നിട്ടേക്കുന്നുണ്ടോ, എല്ലാം 2 ഇഞ്ച് കനമുള്ള 50 mm പക്കാ സ്റ്റോണാണ്. അപ്പം ഈ 50 mm സ്റ്റോണ് ആലപ്പുഴ ജില്ലയിൽ ഈ വലിയ വണ്ടി വരുന്നത് എവിടെയാണോ അവിടം വരെ നമ്മൾ 98 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇറക്കി ഞങ്ങൾ തരത്തില്ല, ഇങ്ങനെ എത്തിച്ചു കൊണ്ടുവരുള്ളൂ. വലിയ വണ്ടി വന്നില്ലെങ്കിൽ ഇതുണ്ട്, ഒരു ചെറിയ വണ്ടി കിടക്കുന്നുണ്ടോ, മഹീന്ദ്രയുടെ നിസാം പോലത്തെ ഒരു വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ദോസ്തുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വണ്ടിക്കകത്ത് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. അതായത് വലിയ വണ്ടി കയറി വേലാത്ത വീടുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ എന്താണോ എവിടെയാണോ ഈ സാധനം ആവശ്യമുള്ളത് അവിടെ ഈ വണ്ടി എത്തത്തില്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോകേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. നമ്മൾ ഈ വണ്ടി എവിടം വരെ വരുന്നോ അവിടം വരെ നമ്മൾ എത്തിച്ചു തരും. അതിൻ്റെ റേറ്റാണ് 98 രൂപ. ഇതിപ്പോൾ കേരള സ്റ്റോൺസിൻ്റെ യാർഡാണ്. കോട്ടയം ജില്ലയിൽ പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ യാർഡ്. പാലായിൽ നിന്ന് പൊൻകുന്നം പോകുന്ന നാഷണൽ ഹൈവേയുടെ തീരത്ത് കടയം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഈ സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ കിട്ടും. നിങ്ങൾക്ക് 100 സ്ക്വയർ ഫീറ്റ് 200 സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ഒരു വർക്ക് ചെയ്ത് കുറച്ച് സാധനം കുറവുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് മേടിക്കണമെങ്കിൽ നമുക്കിത് 106 രൂപ, അതായത് സ്ക്വയർ ഫീറ്റിന് 106 രൂപ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം വലിയ വണ്ടിയാകുന്ന വരുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ഞങ്ങളുടെ പിള്ളേർ അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്, ഹിന്ദിക്കാർ പിള്ളേരാണ്, തിരിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ്. പിന്നെ നമുക്ക് ഒരു GST ബില്ലില്ലാതെ നമ്മൾ ഒരു സാധനം തരത്തില്ല. എല്ലാ സാധനത്തിനും പക്ക GST ബില്ലോട് കൂടി മാത്രമേ ഞങ്ങളുടെ യാർഡിൽ നിന്ന് വെളിയിലേക്ക് വണ്ടി പോകത്തുള്ളൂ. അപ്പം ആ GST പൈസയും കയറ്റുകൂലി ഇറക്കൂലി, അതുകൊണ്ട് 106 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ 200 300 അങ്ങനെ ചെറിയൊരു സ്ക്വയർ ഫീറ്റ് ആവശ്യമുണ്ടെങ്കിൽ കേരള സ്റ്റോൺസിൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഫുള്ളായിട്ട് ആലപ്പുഴ ജില്ലക്കാർക്കുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. അത് ആലപ്പുഴ ജില്ലക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അപ്പം 98 രൂപ സ്ക്വയർ ഫീറ്റിന് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കംപ്ലീറ്റ് വലിയ വണ്ടി വരുന്ന എവിടെയാണോ അവിടം വരെ എത്തിച്ചു തരും. ഇനി ഞാൻ ഇതിപ്പോൾ ഞാൻ കാണിച്ചേക്കുന്ന വണ്ടി പുറത്തുനിന്ന് വന്നാണ്. ഇനി കേരള സ്റ്റോൺസിൻ്റെ വണ്ടി പുറത്തൊരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ വലുപ്പം ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾ ചെറിയൊരു സ്ക്വയർ ഫീറ്റ് ആവശ്യമുണ്ട് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ ബൈപ്പാസ് റോഡിലോട്ട് പോകും. ഇതിപ്പം നമ്മുടെ പാലാ പൊൻകുന്നം ഹൈവേ ആണ്, വലിയ വണ്ടികളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വലിപ്പമുള്ള റോഡിലാണെങ്കിൽ ഇപ്പോൾ എന്താ ഞങ്ങളുടെ കേരള സ്റ്റോൺസിൻ്റെ യാർഡിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് 14 അടിയേ ഉള്ളൂ. അതായത് ഇതുണ്ട്, കൃത്യം 14 അടിയേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ സ്പേസ് ഉണ്ട്. 14 അടി ഉണ്ടെങ്കിലും 13 അടി ഉണ്ടെങ്കിലും നാഷണൽ പെർമിറ്റ് കയറും. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ സ്പേസ് ഉണ്ടെങ്കിൽ ഇതുണ്ടോ, ഹൈവേ ആണ്, നമുക്ക് വണ്ടി ഇടാം. ഇതാ KSG എന്ന് കിടക്കുന്ന വണ്ടിക്കാണ് കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞ വണ്ടി. അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് ഞങ്ങൾ ഇട്ടേക്കുന്നതാണ് KSG. അപ്പം ഈ വണ്ടി എന്ന് പറയുമ്പോൾ 27 അടി നീളമാണ്. 27 അടി നീളമുള്ള വണ്ടി നമ്മുടെ ഇപ്പോൾ ഇതും ലോഡ് വന്ന് കിടക്കുവാണ്. അപ്പോൾ അകത്ത് 2 വണ്ടി ലോഡ് കയറ്റുന്നുണ്ട്. ഒരു വണ്ടി ലോഡ് ഇറക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, പത്തനംതിട്ടയ്ക്ക് പോകാനുള്ള വണ്ടി കിടക്കുന്നു. അപ്പം ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയതേ ഉള്ളൂ. ഒരു 5 മണി 5:30 കഴിയുമ്പോൾ ഈ വണ്ടിയെല്ലാം ഞങ്ങളെടുത്ത് അകത്തിടും. അപ്പം ഇതുപോലുള്ള വലിയ വണ്ടികൾ വരുന്ന സ്ഥലം എവിടെയാണോ അവിടം വരെ നമ്മൾ എത്തിച്ചു തരുന്ന റേറ്റാണ് 98 രൂപ. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആലപ്പുഴ ജില്ല വേണം. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആലപ്പുഴ ജില്ല വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 രൂപയോ 2 രൂപയോ കൂടുതലും സ്ഥലത്തിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച്, ആലപ്പുഴയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം 98 എന്നുള്ളത് ചിലപ്പം 99 രൂപ 100 രൂപ വരെ നമ്മൾ മേടിക്കും. 100 രൂപയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകത്തില്ല. മാക്സിമം റേറ്റാണ് നമ്മുടെ 100 രൂപ.
അതിലപ്പുറത്തേക്ക് പോകത്തില്ല. പിന്നെ നമുക്ക് ഇതിനകത്തെന്ന് വെച്ചാൽ രാത്രിയിൽ, അതായത് ഇപ്പോൾ യൂണിയൻകാരൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ എത്തിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരും. കസ്റ്റമറുടെ ആവശ്യം എങ്ങനെയാണ് രാത്രി 10 മണിക്ക് കൊണ്ടുവരാൻ, ഞാൻ 10 മണിക്ക് നമ്മൾ എത്തിക്കാൻ തയ്യാറാണ്. നമ്മുടെ ഡ്രൈവർമാരെല്ലാം മലയാളീസ് ഡ്രൈവർമാരാണ്. പിന്നെ പുറത്തുനിന്ന് ഞങ്ങൾ വണ്ടി വിളിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വണ്ടികളും കൊണ്ട് എല്ലാ കസ്റ്റമറുടെ അടുത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പുറത്ത് ഒരുപാട് ഞങ്ങളുടെ വണ്ടിനേക്കാളും കൂടുതലും പുറം വണ്ടികളാണ് വരുന്നത്. അപ്പോൾ അതിനകത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട. തമിഴന്മാരാൾക്കാരാണെങ്കിൽ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് ഇട്ട് തന്നാൽ ലൊക്കേഷൻ്റെ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ മുന്നേ എവിടെയെങ്കിലും ഞങ്ങൾ നിർത്തി സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ വണ്ടി എത്തിച്ചു തരുന്നതാണ്. അപ്പം വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു, ആലപ്പുഴ ജില്ലക്കാർക്ക് വേണ്ടിയാണ്. മറ്റുള്ള ജില്ലക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പം 98 രൂപയാണ് സ്ക്വയർ ഫീറ്റിന്. ഇനി ഞാൻ ഈ ഹാഫ് കട്ട് കല്ല് എന്താണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹാഫ് കട്ട് കല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഹാഫ് കട്ട് കല്ലിൻ്റെ ഈ അടിവശം നമ്മളെ മിഷ്യൻ വെച്ച് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല മിനുസമാണ്. മറ്റേ സൈഡ് നല്ല മിനുസമാണ്. പക്ഷേ ഈ സൈഡ് നമ്മൾ ഓക്സിജൻ വെച്ച് ഇങ്ങനെ കത്തിച്ച് എടുത്തു കഴിയുമ്പോഴത്തേന് ഇതിന് നല്ലൊരു ഗ്രിപ്പ് കിട്ടും. അതായത് ഈ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റി വീഴത്തില്ല. അതേസമയം ഇത് നല്ല മിനുസമാണ്, മിഷ്യൻ വെച്ച് കണ്ടിച്ചുകൊണ്ട് നല്ല മിനുസമാണ്. അപ്പം ഇതിനകത്ത് എണ്ണയോ അല്ലെ വെള്ളമോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അത് വിരിച്ചാൽ നമ്മൾ തെന്നിപ്പോവും. അപ്പോൾ അങ്ങനെ തെന്നാതിരിക്കാൻ വേണ്ടി മോളുവശം മുഴുവൻ നല്ല കത്തിച്ച് കഴിയുമ്പോൾ ഈ കല്ലിനകത്ത് നല്ല വിരിച്ചിലുണ്ടായി നല്ല ഗ്രിപ്പ് പോകും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ തെന്നത്തില്ല. അപ്പോൾ ഇതിൻ്റെ അടിവശം കട്ട് ചെയ്തേക്കുവാണ്, ഈ സൈഡും കട്ട് ചെയ്തേക്കുവാണ്, ഈ സൈഡും ഉണ്ട് അടി സൈഡും ഉണ്ട്. പക്ഷേ വശങ്ങൾ രണ്ടും ചെറുതായിട്ട് പകുതി കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിയൊക്കെ അടിച്ച്, അത് ഞാൻ മുമ്പ് വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഒടിക്കുമ്പം കേട്ടോ സൈഡ് കണ്ടോ ഇതുപോലെ എഡ്ജുകൾ ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ നമ്മൾ ഈ കല്ലും മറ്റേ കല്ലുമായിട്ട് കല്ല് വിരിക്കുമ്പം ഇതുപോലെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ കല്ല് വിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഇടുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പരുവരുപ്പുള്ളതുകൊണ്ട് നല്ല പിടുത്തം കിട്ടും. അതേസമയം ഇവിടെ ഇരിക്കുന്ന കല്ല് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഫുള്ളായിട്ട് എല്ലാം കണ്ടോ ഫുൾ കട്ട് കല്ലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ പേപ്പർ ജോയിൻറ്റ് ചെയ്യാനാണ്. ഫുൾ കട്ടിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ എല്ലാം വശങ്ങൾ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. 2 ഇഞ്ച് കല്ലുകൾ തമ്മിലുള്ള അകലത്തിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ല പിടുത്തം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഹാഫ് കട്ട് കല്ല്. അപ്പോൾ ഹാഫ് കട്ട് എന്ന് പറയുന്നത് നല്ല അടിവശം ഷേപ്പില്ലാത്ത കല്ലൊന്നുമല്ല. ആ ഷേപ്പില്ലാത്ത കല്ലൊക്കെ ബോട്ടം കല്ലെന്നാണ് പറയുന്നത്. അത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് അടിവശം ഷേപ്പില്ലാത്ത കല്ലുകൾ കണ്ടോ. ഇതെല്ലാം പല സൈസിലായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ ടോപ്പ് നല്ല ഫ്ലെയിംഡ് ആയിരിക്കും. അപ്പോൾ അത് ബോട്ടം കല്ലാണ്, ഇത് ഹാഫ് കട്ട് കല്ലാണ്. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന വീഡിയോ ഹാഫ് കട്ട് കല്ല് ആലപ്പുഴ ജില്ലയിൽ എസ് വൈറ്റ്, സാധനഹള്ളി വൈറ്റ് കല്ല് ഏതാണെന്ന് പറഞ്ഞില്ല. ബാംഗ്ലൂർ സ്റ്റോണിൽ എസ് വൈറ്റ് എന്ന് പറയുന്ന സൂപ്പർ വൈറ്റ്. വെള്ളം ഒഴിക്കുമ്പം ചെറിയ ഒരു ഗ്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇപ്പം നമ്മൾ വെള്ളം ബക്കറ്റുമായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം കണ്ടോ, വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ കറുത്ത ഗ്രെയിൻസുകളും കറുത്ത ഷെയ്ഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കും. പക്ഷേ അത് ഉണങ്ങിക്കഴിയുമ്പം നല്ല പ്യുവർ വൈറ്റാണ്. ഇതുണ്ടോ നല്ല കണ്ടോ ഗ്രെയിൻസിൻ്റെ ഇരിക്കുന്നത്. ആൾക്കാർ പറയും എസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് അല്ല, ശരിക്കും ഉണങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല വൈറ്റാണ്. ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴിയുമ്പം കറുത്ത ഗ്രെയിൻസ് കാണും. ഇതുണ്ടോ വെള്ളം വീഴാത്ത കല്ലുണ്ട് ഇപ്പുറത്തിരിക്കുന്നത് കണ്ടോ, അത് നല്ല വൈറ്റ് ആയിരിക്കും. അപ്പം ഈ കല്ല് 98 രൂപ സ്ക്വയർ ഫീറ്റിന് ആലപ്പുഴ ജില്ലയിൽ എവിടെയും ഞങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ വീഡിയോസിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. 1000 സ്ക്വയർ ഫീറ്റോ 500 സ്ക്വയർ ഫീറ്റോ 2000 സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരും. ഫുൾ ലോഡ് 2300 സ്റ്റാർട്ട് ചെയ്യുന്നു. വലിയ വണ്ടികളെല്ലാം ഞാൻ കാണിച്ചു. ആ വണ്ടി വരുന്ന എവിടെയാണോ അവിടം വരെ എത്തിച്ചു തരും. അതിൻ്റെ റേറ്റാണ് 98 രൂപ. 1000 സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ ചിലപ്പോൾ സ്ഥലം അനുസരിച്ച് ഞാൻ പറഞ്ഞു 1 രൂപ 2 രൂപയുടെ വ്യത്യാസം, മാക്സിമം 100 രൂപ, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അപ്പം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വേറൊരു ജില്ലക്കാരുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ഓക്കെ.